ഡീഫോമേഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ഡീഫോമേഷൻ. ഡീഫോമേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിലോട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിനോ സൈസിനോ ഒക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരും. ദാറ്റ് ഈസ് ഡീഫോമേഷൻ. ഈ ഡീഫോമേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഒരു ഫോഴ്സ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനർജി ആവശ്യമാണ്. അങ്ങനെ ഫോഴ്സ് അല്ലെങ്കിൽ എനർജി കൊടുക്കുന്ന സമയത്ത് അത് ടെമ്പററി ആയിട്ടായിരിക്കും അതിൻ്റെ ഷേപ്പിന് മാറ്റം വരുന്നത്, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് വരാം. ഇപ്പോൾ ഒരു പൗഡറിലോട്ട് നമ്മൾ ഇവിടെ കംപ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് കൊടുത്തു എന്നാണ്. അങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പം പ്രൈമറി ആയിട്ടോ സെക്കൻഡറി ആയിട്ടോ അതിനൊരു ചേഞ്ച് വരും. പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, അതായത് നമ്മുടെ പൗഡറിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ അകത്ത് ഒരു ബോണ്ടിങ് നടക്കും. അതുപോലെ തന്നെയാണ് ഓരോ പാർട്ടിക്കിൾസും തമ്മിലും ഉള്ള ബോണ്ടിങ്. അങ്ങനെയൊക്കെ വരുന്ന അറേഞ്ച്മെൻ്റാണ് ഈ പ്രൈമറി സെക്കൻഡറി എന്ന് പറയുന്നത്. എനിവേ അതിന് ഡിഫോമേഷൻ സംഭവിക്കും. ഈ ഒരു പ്രോസസ്സിനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതാണ് ഈ ഫ്ലോ ചാർട്ട്. നെക്സ്റ്റ് ഫസ്റ്റ് ഡിഫോമേഷൻ ടൈപ്പാണ് പ്ലാസ്റ്റിക് ഡിഫോമേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രെസ്സ് നമ്മൾ സാമ്പിൾ മീൻസ് ആ ഒരു മെറ്റീരിയലിലോട്ട് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ഷേപ്പിന് പെർമനൻ്റ് ആയിട്ടുണ്ടാകുന്ന ചേഞ്ച്, അതാണ് പ്ലാസ്റ്റിക് ഡിഫോമേഷൻ. പ്ലാസ്റ്റിക് ഡിഫോമേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ഇത്. ഒരു കർവാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്ലാസ്റ്റിക് ഡിഫോമേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫാർമസ്യൂട്ടിക്കലി ഒരു ടാബ്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എക്സിപ്പിയൻസും ഡ്രഗും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ അത് തമ്മിൽ നല്ല പോലെ മിക്സായി ഒരു നല്ലൊരു കോമ്പാറ്റബിലിറ്റി, അതായത് നമ്മൾ ആ ഒരു മെഷീനിൽ കംപ്രസ് ചെയ്താണല്ലോ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ഒരു കംപ്രഷൻ നടന്ന് ഗുഡ് ടാബ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് ഡിഫോമേഷൻ സഹായിക്കും. ഒരു ടാബ്ലറ്റ് നല്ലപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് കംപ്രസ് ചെയ്തത് തിരിച്ചു വരാൻ പാടില്ലല്ലോ, അതായത് പെർമനൻ്റ് ആയിരിക്കണം. ഈ ഡിഫോമേഷൻ പാർട്ടിക്കിൾസിൻ്റെ സൈസിനെയും ആ പാർട്ടിക്കിളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെയും ക്രിസ്റ്റലൈസേഷൻ സോൾവെൻറ്റിനെയും സ്ലിപ്പ് ലൈനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ഡിഫോമേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇൻഡൻറ്റേഷൻ ടെസ്റ്റും ഉണ്ട്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ടെസ്റ്റും ഉണ്ട്. ഇൻഡൻറ്റേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എന്താണോ അതിൻ്റെ ഹാർഡ്നെസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഡിഫോമേഷൻ ഉണ്ടാവണമെങ്കിൽ പ്രഷർ വേണം. പ്രഷറാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന എനർജി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളത് കണ്ടുപിടിക്കാനാണ് ഈ ടെസ്റ്റ്.